കണ്ട് കണ്ട് ഇന്ത്യ പഠിക്കും. നമ്മൾ ഒരുപാട് കഥകൾ കേട്ടില്ലേ? ഇന്നൊരു പുതിയ കഥയായാലോ? അഷിത പുനരാഖ്യാനം ചെയ്ത പരുന്തിന്റെ പാട്ട്. ഒരിടത്തൊരിടത്തൊരു കാട്ടിൽ ഒരു വലിയ മരമുണ്ടായിരുന്നു. എന്തു മരമായിരുന്നെന്നോ? ആൽമരം. അതിൽ വലിയൊരു കൊമ്പിൽ ഒരു പരുന്ത് താമസിച്ചിരുന്നു. പരുന്ത് ഒരു നല്ല പാട്ടുകാരനായിരുന്നു. ചില ദിവസങ്ങളിൽ ആലിൻ കൊമ്പത്തിരുന്ന് കണ്ണടച്ച് പരുന്ത് പാടും. മനോഹരമായിരുന്നു പരുന്തിന്റെ ആ പാട്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ, ഇന്നേ വരെ ഒറ്റ മനുഷ്യനും ആ പാട്ട് കേട്ടിട്ടില്ല. കാരണം എന്താണെന്നോ? പരുന്തിങ്ങനെ ഭംഗിയായി പാടിയിരുന്നത് ഭൂമിയിൽ മരങ്ങളും വൃക്ഷങ്ങളും മാത്രമുള്ള കാലത്തായിരുന്നു. അത് കഴിഞ്ഞാണ് മനുഷ്യനുണ്ടായത്. അങ്ങനെ ഒരു ദിവസം പരുന്ത് സ്വയം മറന്നിരുന്ന് പാടുമ്പോൾ വേറൊരു ശബ്ദം കേട്ടു. ഒരു കുതിര കരഞ്ഞതായിരുന്നു അത്. പരുന്ത് പാട്ടെല്ലാം നിർത്തി നോക്കിയപ്പോൾ ആൽമരത്തിന്റെ ചുവട്ടിൽ നിന്നാണ് കുതിര തലയാട്ടി കുളമ്പുകൊണ്ട് താളമിട്ട് വാല് വീശി കച്ചേരി പൊടി പൊടിക്കുന്നത്. അത് കേട്ടിരുന്നപ്പോൾ പരുന്തിന് തോന്നി കുതിരയുടെ പാട്ട് തൻ്റെ പാട്ടിനേക്കാൾ കേമമാണെന്ന്. അന്നു മുതൽ പരുന്ത് കുതിരയെ പോലെ പാടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴെന്തുണ്ടായെന്നോ? പരുന്തിന്റെ ഭംഗിയുള്ള ശബ്ദവും പാട്ടും അതിന് നഷ്ടപ്പെട്ടു. ഒച്ച വികൃതമായി പോയി. ഇപ്പോഴാരും പരുന്തിന്റെ പാട്ടിന് ചെവി ഓർക്കാറില്ല. മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെയാണ്. കയ്യിലുള്ള കഴിവും കൈമോശം വരും. എങ്ങനെയുണ്ട് ഈ കഥ? ഇഷ്ടപ്പെട്ടോ? देखते देखते इंडिया विल रीड.